നമസ്കാരം. വിവാദങ്ങൾ ഒന്നൊഴിയാതെ പിന്തുടരുകയാണ് CPM-നെ. പത്തനംതിട്ടയിൽ കാപ്പ കേസ് പ്രതിയെ മാലയിട്ട് സ്വീകരിച്ച സംഭവത്തിൽ ന്യായീകരിച്ച് തീരും മുൻപ് അടുത്ത വിവാദം. PSC അംഗത്വം തരാമെന്ന് വിശ്വസിപ്പിച്ച് കോഴിക്കോട്ടെ യുവജന നേതാവ് ഡോക്ടറിൽ നിന്നും 22 ലക്ഷം കൈപ്പറ്റിയെന്നാണ് ആരോപണം. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ സന്തത സഹചാരിയായി അറിയപ്പെടുന്ന നേതാവ് മന്ത്രിയുടെ പേര് പറഞ്ഞു തന്നെ ഡോക്ടറോട് ആവശ്യപ്പെട്ടത് 60 ലക്ഷമാണ്. 22 ലക്ഷം നൽകിയിട്ടും PSC അംഗത്വത്തിൽ തീരുമാനമാകാതായതോടെ പാർട്ടിക്ക് ഇയാൾ പരാതി നൽകുകയായിരുന്നു. നേതാവിന്റെ ശബ്ദ സന്ദേശം അടക്കമാണ് പരാതി. 2 മാസം മുൻപുണ്ടായ സംഭവത്തിൽ വേറെയും നേതാക്കൾക്ക് പങ്കുണ്ടെന്ന വിവരവും പുറത്തുവരികയാണ്. മന്ത്രിയുടെ പേര് പറഞ്ഞ തട്ടിപ്പിൽ മന്ത്രി മിണ്ടണ്ടേ? പാർട്ടി പ്രതിരോധത്തിലോ? ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി അനിൽ അക്കരെയാണ്. ഇടത് നിരീക്ഷകനായി M ജയചന്ദ്രൻ, CPM പ്രതിനിധി ചർച്ചയിലില്ല. K ഗണേഷാണ് BJP പ്രതിനിധിയായുള്ളത്. മാധ്യമപ്രവർത്തകൻ A സജീവനും. ആദ്യം ജയചന്ദ്രനിലേക്ക് ഞാൻ പോവുകയാണ്. ശ്രീ M ജയചന്ദ്രൻ, മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേര് പറഞ്ഞുകൊണ്ട് മന്ത്രി മുഹമ്മദ് റിയാസിനൊപ്പം എപ്പോഴും നടക്കുന്ന യുവജന നേതാവാണ്. അപ്പോൾ മന്ത്രിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. പാർട്ടിക്ക് തെളിവ് സഹിതം മുഴുവൻ വിവരങ്ങളും ഈ തട്ടിപ്പിനിരയായ അയാൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ മന്ത്രി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതല്ലേ? അറിയില്ല എന്ന മറുപടിയാണോ ജനങ്ങളോട് പറയേണ്ടത്? സ്മൃതി, അത് ഈ വിഷയം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാ തിങ്കളാഴ്ചയും കോഴിക്കോട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരാറുണ്ട്. നാളെയും ചേരുന്നുണ്ട്. അതിൽ മന്ത്രി മുഹമ്മദ് റിയാസും പങ്കെടുത്തേക്കാൻ ഇടയുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് നാളെ ഒരു വ്യക്തത കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് ഒരുപക്ഷെ വരുത്തിയേക്കാമായിരിക്കാം. കാരണം ജില്ലാ കമ്മിറ്റി അടിയന്തരമായി പ്രശ്നം പരാതി ഉണ്ടാവുന്നത്. ജില്ലാ കമ്മിറ്റി ഒന്നും വിളിപ്പിച്ചിട്ടില്ല. നാളെ ജില്ലാ കമ്മിറ്റി വിളിച്ചിട്ടില്ല. നാളെ എല്ലാ തിങ്കളാഴ്ചയും ചേരുന്ന കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമാണ് നാളെ ചേരുന്നത്. നാളെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗം വിളിച്ചിട്ടില്ല. അപ്പൊ വിഷയത്തിനൊരു അടിയന്തര സ്വഭാവമില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? സാധാരണ ചേരുന്ന കമ്മിറ്റിയിൽ ഒരു ആലോചന നടക്കും എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, സാധാരണ ചേരുന്ന എല്ലാ തിങ്കളാഴ്ചയും ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയുമായ റിയാസ് തന്നെയാണ് പങ്കെടുക്കുന്നത്. അതാണ് പ്രാധാന്യം. അടിയന്തര സ്വഭാവം ഉണ്ടെന്നുള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ വരുന്നത്, അല്ലേ? അതങ്ങനെയാണ്. 3 മാസം മുമ്പാണ് ഈ പ്രശ്നം ഉത്ഭവിക്കുന്നത്. അത് റിപ്പോർട്ടർ തന്നെ ശ്രീജിത്തിന്റെ റിപ്പോർട്ടുകൾ തിരുവനന്തപുരത്ത് നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് ശരിയാണ്. 3 മാസം മുമ്പാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. പക്ഷേ ഈ റിപ്പോർട്ടുകളിൽ പൊതുവെ പറഞ്ഞു പോരുന്നത് പോലെ ഒരു പുരുഷ ഡോക്ടർ, മെയിൽ ഡോക്ടറല്ല, മറിച്ച് ഒരു സ്ത്രീ ഡോക്ടറുടേതാണ് പ്രശ്നം. സ്ത്രീ ഡോക്ടർക്കാണ് PSC അംഗത്വം നൽകാം എന്ന് ആരോപിച്ച് 60 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് പറയുകയും അതിൽ 20 ലക്ഷം രൂപ അതിൻ്റെ ടോക്കൺ അഡ്വാൻസ് എന്നുള്ള നിലയിൽ വാങ്ങിക്കുകയും 2 ലക്ഷം രൂപ ഈ പറഞ്ഞ സ്മൃതി തന്നെ ഇപ്പോൾ ഇൻട്രോയിൽ സൂചിപ്പിച്ച ആ നേതാവ് CPM കോഴിക്കോട് ഏരിയ കമ്മിറ്റി സെൻട്രൽ പ്രവർത്തിക്കുന്ന നേതാവാണ്. അയാൾ 2 ലക്ഷം രൂപ അയാളുടെ യാത്രാ ചെലവുകൾക്കായിട്ട് വാങ്ങിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതി. അപ്പോൾ കോഴിക്കോട് തന്നെയുള്ള, ടൗണിൽ തന്നെയുള്ള ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ഒരു ബിസിനസ് മാൻ്റെ ഭാര്യയാണ് ഈ ഡോക്ടർ, യുവ ഡോക്ടർ. അവരാണ് ഇത്രയും പണം കൊടുത്തതായി ശബ്ദസന്ദേശം ഉൾപ്പെടെ സംസ്ഥാന സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റിക്ക് പരാതിയുണ്ട്. അതൊക്കെ ഉണ്ടാകുമ്പോൾ അത്ഭുതകരമായ കാര്യം എന്താണെന്നറിയാമോ സ്മൃതി? ഇതിൻ്റെ അകത്ത് ഞാൻ ഈ ആക്ഷേപിക്കാൻ വേണ്ടി പറയാമെന്ന് പറയരുത്. ഇവരൊക്കെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്, പാർട്ടി കുടുംബമാണ്. പക്ഷേ ഈ CPIM-നൊരു കോട്ടയുണ്ടോ? 20 PSC മെമ്പർമാരിൽ 10 പേര് സർവീസ് സെക്ടറിൽ നിന്നും 10 പേര് പബ്ലിക്കിൽ നിന്നുമാണല്ലോ വരുന്നത്. അതിൽ ഈ പബ്ലിക്കിൽപ്പെട്ട ഇവർക്ക് ജോലിയില്ല. ഈ ഡോക്ടർക്ക്, വനിതാ ഡോക്ടർക്ക് ജോലിയില്ല. അപ്പോൾ അവരെ സ്വാഭാവികമായിട്ടും അങ്ങനെ CPM-ന് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. ഒഴിവുണ്ടെങ്കിൽ, CPM-ന്റെ കോട്ടയിൽ ഒഴിവുണ്ടെങ്കിൽ. അങ്ങനെ ഒഴിവില്ല. 2 വർഷം മുമ്പാണ് CPM-ന്റെ ഒഴിവ് നികത്തപ്പെട്ടത്. തിരുവനന്തപുരത്ത് ഡോക്ടർ ജോസും മറ്റൊന്ന് ഡോക്ടർ ജോസ് ഡിക്രൂസും മറ്റൊന്ന് അഡ്വക്കേറ്റ് ജോസും, രണ്ടുപേരും തിരുവനന്തപുരംകാരാണ്. മറ്റൊന്ന് ഒഴിവ് വന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെയാണ്, ബോണി കുര്യാക്കോസ്. ഒഴിവ് വന്നപ്പോൾ ഇപ്പോൾ ബോസ് അഗസ്റ്റിൻ അഡ്വക്കേറ്റ്, അത് മറ്റന്നാൾ ചുമതല ഏൽക്കുകയാണ് പുതിയ PSC അംഗമായിട്ട്. CPM-ന് ഈ ഭാഗത്തെങ്ങും ഒഴിവില്ല.
ഇവരെ പോലുള്ള ആൾക്കാർ ആരെങ്കിലും പറഞ്ഞു കേട്ടാൽ ഉടനെ, ഇപ്പോൾ സന്തത സഹചാരിയാണ് താങ്കൾ പറഞ്ഞല്ലോ, അങ്ങനെയല്ല. ഇവർ പിന്നെ കോട്ടുളിയിൽ തന്നെയാണ് ഇയാളുടെയും വീട്. അത് ശരിയാണ്, വസ്തുതയാണ്, സത്യമാണ്. അറിയാമല്ലോ, റിയാസിൻ്റെയും വീട് അവിടെ തന്നെയാണ്, ആ പഞ്ചായത്തിൽ തന്നെയാണ്. അപ്പം അവിടുന്നുള്ള 2 ലോക്കൽ കമ്മിറ്റികൾ തന്നെയാണ് ഈ പരാതിയായിട്ട് 3 മാസം മുമ്പ് ജില്ലാ കമ്മിറ്റിയെ സമീപിക്കുന്നത്. ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഇയാളുടെ റിയാസിൻ്റെ പേര് പറഞ്ഞ് ഇയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നൊരു തർക്കവുമായിട്ട് ഇറങ്ങുന്നത് അവർ തന്നെയാണ്. ഈ പറഞ്ഞ ലോക്കൽ കമ്മിറ്റികൾ തന്നെയാണ്. പക്ഷേ ഞാൻ പറയുന്നത്, അത്ഭുതപ്പെടുന്നത്, ഇവരാരും ഈ പറഞ്ഞ പൈസ കൊടുത്ത 22 ലക്ഷം കൊടുത്ത ആൾക്കാരും വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല, സാമൂഹ്യ ബന്ധങ്ങളില്ലാത്തവരല്ല. ഈ കൊടുത്തവരുടെ മണ്ടത്തരവും കൊടുത്തവരുടെ ദുരുദ്ദേശവും അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ വിഷയത്തിൽ ഇപ്പോൾ താങ്കൾ പറയുന്ന പ്രകാരമാണെങ്കിൽ 3 മാസം മുമ്പ് നടന്ന സംഭവം പരാതി കൊടുത്തത് ഈ അടുത്ത ദിവസമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ല, 3 മാസം മുമ്പ് പരാതി കിട്ടിയിട്ടും അതിൽ അടയിരിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലല്ലോ, അല്ല. അപ്പൊ പരാതി കിട്ടിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് കാര്യമേ ഉള്ളൂ ശ്രീ എം ജയചന്ദ്രൻ. ഇത് പല വിഷയങ്ങളിലായി CPM-നെതിരെ വരുന്ന ആരോപണങ്ങളിൽ നേരിട്ട് ജനങ്ങളോട് മറുപടി പറയേണ്ടതില്ല. അത് ഞങ്ങൾ പാർട്ടിയിൽ അത് പരിഹരിച്ചുകൊള്ളാം, പാർട്ടി അതിന്മേൽ നടപടിയെടുത്തോളും, അപ്പോൾ അറിഞ്ഞാൽ മതി എന്ന ഒരു രീതി പൊതുവേ എല്ലാ വിഷയങ്ങൾക്കുമുണ്ട്. ഇത് മന്ത്രിയെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്ന വിഷയമാണ്. മന്ത്രി അത് പുറത്ത് ജനങ്ങളോട് പറയണത്, ജനങ്ങൾക്ക് അത് അറിയേണ്ടതുണ്ടല്ലോ. അത് അദ്ദേഹത്തിന് അറിയില്ല എന്ന പ്രതികരണം അത് എത്രത്തോളം സുതാര്യമായ രീതിയാണെന്ന സംശയം അവിടെ നിൽക്കുകയാണ്. അനിലക്കര, ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലാണല്ലോ പ്രതികരിച്ചത്. ഇങ്ങനെ 60 ലക്ഷം കൊടുത്ത PSC അംഗത്വം നേടുന്ന ഒരു ആൾ ഇപ്പോൾ വനിതാ ഡോക്ടറാണ് എന്നുള്ള കാര്യം എം ജയചന്ദ്രനാണ് ഇപ്പോൾ പറഞ്ഞത്. എനിക്ക് അറിയില്ലായിരുന്നു വനിതയാണ് എന്നുള്ള, ഡോക്ടർ എന്ന് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരാൾ PSC മെമ്പർ ആകുമ്പോൾ എന്തൊക്കെ തരത്തിൽ ആ പൈസ മുതലാക്കും, കൊടുത്ത 60 ലക്ഷം മുതലാക്കും എന്നുള്ള സംശയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ചത്. എന്താണ് നിങ്ങൾക്കിതിൽ പറയാനുള്ളത്? അനിലക്കര. ഈ ചർച്ചയിൽ CPM പ്രതിനിധിയില്ല. പക്ഷേ CPM-നെ പ്രതിനിധീകരിച്ച് എന്ന രീതിയിൽ തന്നെ നമുക്ക് കാണാവുന്ന കേരളത്തിലെ ഒരു പ്രമുഖനായ മാധ്യമപ്രവർത്തകൻ കൂടി ശ്രീ ജയചന്ദ്രൻ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ഈ വാർത്ത ശരിവെച്ചു എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. അദ്ദേഹം അത് ക്ലിയറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ആയതുകൊണ്ട് മാത്രമാണ് ഇത് ഇങ്ങനെ ഈ വസ്തുത അംഗീകരിച്ചത്. മറ്റൊരാളാണെങ്കിൽ ഈ വസ്തുത അംഗീകരിക്കില്ല എന്നുള്ളത് നമുക്ക് കുറേ കാലത്തെ ചർച്ചകളൊക്കെ കണ്ടുവന്നിരുന്നതാണ്. ഇവിടെ ഈ പറഞ്ഞതുപോലെ നിരവധിയായ നിയമനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദങ്ങൾ കുറച്ചു കാലമായി നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നു. ആ വിവാദങ്ങളെന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കും അതുപോലെ തന്നെ PSC പരീക്ഷ എഴുതുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പോലീസ് ടെസ്റ്റൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അത് നിരവധിയായ പ്രശ്നങ്ങൾ നിൽക്കുന്ന ഒരു സമയത്താണ് ഇതിലേക്ക് PSC അംഗത്തെ നിയമിക്കാൻ വേണ്ടിയുള്ള കോഴ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വാർത്ത അല്ലെങ്കിൽ ആ ഒരു സംഭവം പുറത്തേക്ക് വരുന്നു. നേരത്തെ ഇതിനകത്തൊരു ഘടകകക്ഷിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു. പക്ഷെ നമ്മൾ സ്മൃതി മനസ്സിലാക്കേണ്ടത്, അടുത്ത കാലത്തായി ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ CPM കക്ഷിയാകുന്നു എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ കാര്യം. അത് ഈ 5-8 വർഷമായിട്ടുണ്ടായ ഒരു CPM-ന്റെ പുതിയ രീതിയിലേക്ക് മാറിയതാണ്. വർഗ ബഹുജന സംഘടനകളുടെ കാര്യങ്ങളും കേരളത്തിലെ മതേതര സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ കർക്കശമായ നിലപാടും പുരോഗമന ചിന്താഗതിയായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനവും പാരിസ്ഥിതിക രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രകൃതി സൗഹൃദ നിലപാടുമൊക്കെ സ്വീകരിച്ചിരുന്ന CPM അവരുടെ പ്രയോറിറ്റി പൂർണ്ണമായി മാറ്റി ഈ പുതിയ രീതിയിലേക്ക് മാറി. ആ രീതിയുടെ ഒരു പേരാണ് ഈ വ്യാപാരി വ്യവസായി സമിതി എന്നുള്ളത്. ഈ സമിതികൾ CPM-നകത്തേക്ക് കടന്നു വന്നതോടുകൂടി മുതലാളിമാർക്ക് വേണ്ടി ഒരു പ്രത്യേക ഫ്രാക്ഷൻ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറി. അപ്പോൾ സമ്പത്ത് EP ജയരാജൻ പറഞ്ഞതുപോലെ CPM-കാരായ ആളുകൾ ഞങ്ങൾ ഈ കട്ടൻ ചായയും പരിപ്പോടിയും കഴിച്ച് നടന്നാൽ മാത്രം മതിയോ എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലേക്ക് എറിഞ്ഞു നിന്നു. അപ്പോൾ അതിൻ്റെ രീതി പൂർണ്ണമായി മാറി. ആ രീതി മാറിയപ്പോഴാണ് CPM-നെ വ്യവസായികവൽക്കരിക്കാനും സാമ്പത്തികമായ വ്യക്തികളിലേക്ക് സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന രീതിയിലേക്കൊക്കെ വരാൻ സംഭവിച്ച ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ 8 വർഷക്കാലം കടന്നുപോയത്. അതിൻ്റെ അവസാനത്തെ ഒരു രൂപം എന്ന രീതിയിലാണ് നമ്മൾ ഈ PSC അംഗത്തെ നിയമിക്കാൻ 60 ലക്ഷം രൂപ കോഴയും അതിന് 22 ലക്ഷം രൂപ അഡ്വാൻസും, അത് മന്ത്രിയുടെ നാട്ടിൽ തന്നെയുള്ള ഒരാൾ മന്ത്രിയുടെ പേര് തന്നെ വാങ്ങി പറഞ്ഞുകൊണ്ട് വാങ്ങുന്ന ഒരു രാഷ്ട്രീയമായ സാഹചര്യത്തിലേക്ക് പോയി. സ്വാഭാവികമായും ഇന്നലത്തെ ചർച്ചയിൽ നമ്മൾ 2 ദിവസത്തെ ചർച്ചയിൽ പറഞ്ഞതുപോലെ ജീർണിച്ച അല്ലെങ്കിൽ ചിതലരിച്ച ഒരു CPM-നെ നമ്മൾ കാണുകയാണ്. അതിൻ്റെ മറ്റൊരു ഉദാഹരണത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ തീർച്ചയായും നേരത്തെ ഇത് പാർട്ടിയിൽപ്പെട്ട പ്രവർത്തകർക്ക് അവർക്ക് ചോദ്യോത്തര പേപ്പർ നൽകുകയും ഇന്റർവ്യൂവിൽ മാർക്കിടുകയും ചെയ്യുന്ന രീതിയിൽ നിന്ന് മാറി ഇത് വാണിജ്യവൽക്കരിക്കുന്ന രീതിയിലേക്ക് മാറി. ഓരോ PSC അംഗത്തിനും
ഇത്ര പോസ്റ്റ് ഇത്ര രൂപ എന്ന രീതിയിൽ നമുക്കറിയാലോ PSCയുടെ ശമ്പളം ആകർഷണീയമാണ്, അതിൻ്റെ പെൻഷൻ അതിനേക്കാളേറെ ആകർഷണീയമാണ് എന്ന രീതിയിലേക്കൊക്കെ വന്നപ്പോൾ ഞങ്ങൾ നിയമസഭയിൽ ഇരുന്ന് ശ്രീ അരുണൻ മാസ്റ്റർ, നേരത്തെ PSC അംഗമായിരുന്ന അരുണൻ മാസ്റ്റർ MLA ആയപ്പോൾ ഞങ്ങൾ പറഞ്ഞു താങ്കൾക്ക് നിരവധിയായ MLAയുടെ അലവൻസ്, PSC മെമ്പറുടെ പെൻഷൻ, അത് കോളേജ് അധ്യാപകൻ്റെ പെൻഷൻ, എത്ര പൈസ കിട്ടിയാലും തീരാത്തത്ര പൈസയുണ്ടല്ലോ എന്ന് അദ്ദേഹത്തെ നമ്മൾ തമാശ രൂപത്തിൽ പറയാറുണ്ട്. പക്ഷെ അദ്ദേഹം അത്തരക്കാരനല്ല, വളരെ കൃത്യമായ രാഷ്ട്രീയ നിലപാടും സത്യന്ത രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആൾ അരുണൻ മാസ്റ്റർ. പക്ഷേ അത്തരത്തിലുള്ള ആളുകളൊക്കെ വ്യത്യസ്തമായി ഇത്തരത്തിൽ ലേലത്തിൽ വെച്ച് കോഴിക്കോടങ്ങാടിയിലെ വലിയങ്ങാടിയിൽ ലേലത്തിൽ വെക്കുന്നത് പോലെ CPM PSC അംഗത്തെ പോലും വെക്കുന്ന സ്ഥിതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ പരാതി കിട്ടിയിട്ട് 3 മാസമായെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു വിജിലൻസ് അന്വേഷണത്തിലേക്ക് പോകാൻ കഴിയാതിരുന്നത്? കോട്ടോളിക്കാരനായ പ്രതി, കോട്ടോളിക്കാരനായ സാക്ഷിയായ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മന്ത്രി, അവിടെ തന്നെ കോട്ടോളിക്കാരിയായ അല്ലെങ്കിൽ ജയേന്ദ്ര മാസ്റ്റർ പറഞ്ഞതുപോലെയുള്ള ഒരു വനിതാ ഡോക്ടർ, ഇതെല്ലാം ഇരിക്കുമ്പോൾ ഇവിടെ കൃത്യമായി ഒരു സർക്കാരിന്റെ പ്രത്യേകിച്ച് ഭരണഘടനാ സ്ഥാപനം എന്ന രീതിയിലുള്ള PSC അംഗത്തെ നിയമിക്കാൻ 20 ലക്ഷം രൂപ 22 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്ത സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് CPM ഒരു വിജിലൻസ് അന്വേഷണത്തെ കൊടുക്കാതിരുന്നത്? ഒരു ക്രിമിനൽ സ്വഭാവമല്ലേ ഇത്? അറിഞ്ഞിട്ട് പോലും ഇത് മൂടിവെക്കുകയും നാളെ ചേരുന്ന CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അടിയന്തരമായി ചർച്ച ചെയ്യുമെന്ന് പറയുമ്പോൾ ജയേന്ദ്ര മാഷിന്റെ നിയമപരമായ ഒരു വശം കൂടി ആലോചിക്കണം. ഇത് കൃത്യമായ അഴിമതിയും കൃത്യമായ ഗൂഢാലോചനയും ഇതിനകത്ത് നിയമവിരുദ്ധമായ ക്രിമിനൽ സ്വഭാവമൊക്കെ നടന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് CPM അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഒരു വിജിലൻസ് അന്വേഷണത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പോലീസ് അന്വേഷണത്തിലേക്കോ കൊണ്ടുപോകാതിരിക്കുന്നത്? അത് പാർട്ടി കോടതിയിൽ വെച്ച് തീർക്കുന്ന രീതിയിലേക്ക് ഇതും പോകുന്നു എന്നാണ് യാഥാർത്ഥ്യം. നിരവധിയായ വിഷയങ്ങളുണ്ട്, ഞാനിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഇത് ഈ പരാതിക്കാരൻ പോലീസിലേക്ക് പോകണമല്ലോ. പരാതിക്കാരി പോലീസിലേക്ക് പോകുന്നില്ല. അവർ പാർട്ടി അനുഭാവികളുടെ കുടുംബമാണ്. അതുകൊണ്ട് പാർട്ടിയിൽ പറഞ്ഞ് തീർപ്പാക്കുന്നു. ആ പണം തിരിച്ചു മേടിക്കുക എന്ന മാത്രമായിരിക്കും അതിന് ലക്ഷ്യം. അപ്പോൾ അത് പാർട്ടിയെ നാണം കെടുത്താത്ത രീതിയിൽ ഇപ്പോൾ ആ ശബ്ദരേഖ പോലും പാർട്ടിക്ക് മാത്രമേ നൽകിയിട്ടുള്ളൂ. അല്ല, അഴിമതി നിരോധന നിയമം എന്താണ്? അഴിമതി നിരോധന നിയമത്തിൽ നിന്നും ആ നിയമം ഉണ്ടാക്കുന്ന സമയത്ത് അത് CPM വിമുക്തമായ നിയമമല്ലല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ബാധകമല്ലാത്ത നിയമമല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. അഴിമതിയുടെ ഭാഗമായി കൈക്കൂലി കൊടുക്കുന്ന ആൾ പ്രതിയാണ്, കൈക്കൂലി വാങ്ങുന്ന ആൾ പ്രതിയാണ്, ഈ സംഭവം അറിഞ്ഞിട്ട് മൂടിവെച്ച ആൾ കൂടി പ്രതിയാണ്. അപ്പൊ അതിനകത്ത് പരാതിക്കാരി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടോ എന്നല്ല വിഷയം. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരമുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ, കേരളം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ, കോഴിക്കോട് നഗരസഭ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ CPMന്റെ ഇപ്പോൾ കരുവന്നൂർ വിഷയത്തിലൊക്കെ എന്താണ് ഒരു പ്രശ്നം? തെരഞ്ഞെടുപ്പിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയമായ അംഗീകാരം പോലും റദ്ദ് ചെയ്യുന്ന രീതിയിലേക്ക് കരുവന്നൂർ വിഷയം പോയി എന്നത് യാഥാർത്ഥ്യമല്ലേ? അപ്പൊ അതുകൊണ്ട് CPM ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ആ പാർട്ടിയാണ് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രജിസ്ട്രേഷനുള്ള പാർട്ടിയാണ് എന്ന ഉത്തരവാദിത്ത ബോധം കൂടി CPMന് വേണം. ആ കൊടുത്ത ആൾ കൂടി കേസിനകത്ത് പ്രതിയാണ്, അല്ലാതെ അവരെ മാറ്റി നിർത്താൻ കഴിയില്ല. ശരി, ഞാൻ BJP പ്രതിനിധിയിലേക്ക് പോവുകയാണ്. K. ഗണേഷ്, BJP വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ അനിൽ അക്ര പറഞ്ഞതുപോലെ ഇത് പോലീസ് നടപടി എടുക്കേണ്ട കാര്യമാണ്, അത് പാർട്ടി കോടതിയിൽ പരിഹരിക്കേണ്ട വിഷയമല്ല. BJPക്കും അതേ അഭിപ്രായമാണോ? ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകരൊക്കെ ഈ വിഷയം വളരെ സജീവമായിട്ട് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു വിഷയം ആരാണ്, എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കോഴിക്കോട്ടെ, കാരണം കോഴിക്കോട് ഇത് ഒരു മാസത്തിനടുത്തായി ഇത് വലിയ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വാർത്ത. അപ്പോൾ ഈ വിഷയത്തിൽ എൻ്റെ ഒരു സംശയം എന്താ വെച്ചാൽ, ഒരു ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള ആൾക്ക് എങ്ങനെയാണ് ഒരു PSCയിലൊക്കെ ഇങ്ങനെ നിയമനം അല്ലെങ്കിൽ അവർക്ക് അംഗത്വം കൊടുക്കാൻ സാധിക്കുന്നത് എന്നതാണ്. അത് രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. നിയമനവുമായി ബന്ധപ്പെട്ട കാര്യവും പറയുന്നുണ്ട്. അതിന്റെ ചർച്ചകൾ കൊടുക്കും. അല്ല, തട്ടിപ്പുകാരുടെ പൈസ തട്ടിക്കുക എന്നുള്ള ഉദ്ദേശമൊന്നുമല്ല. അതിനെക്കുറിച്ച് അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് അത് അങ്ങനെ ഒരു പണം തട്ടാൻ വേണ്ടി മാത്രമുള്ള ഏർപ്പാടായിട്ടല്ല ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. കാരണം അവിടെ ഇത്തരത്തിലുള്ള മുൻ കാലങ്ങളിൽ അങ്ങനെ നടത്തിയിട്ടുണ്ട്. അവരുടെ നിയമനവുമാണ് എന്ന് പറയുന്നു, അല്ല ഇനി PSC ഇതിലേക്കുള്ള അംഗത്വമാണെന്ന് പറയുന്നു. പക്ഷേ എന്തായാലും ഈ പണം കൊടുക്കുന്ന സമയത്ത്
ഈ പണം കൊടുക്കുന്നതിന് മുന്നേ മന്ത്രി റിയാസിനെ എടുത്ത് പോയി ഇതേ വ്യക്തിയുടെ ഈ പറയുന്ന യുവ നേതാവിൻ്റെ മുന്നിൽ മന്ത്രി റിയാസും കൂടി ഇരുന്നിട്ട് അവർ സംസാരിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ഈ യുവ നേതാവ് പറയും എന്നാണ് റിയാസ് പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മന്ത്രിയുടെ പേര് പോലും അതിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ മന്ത്രി ആ കാര്യത്തിൽ കൈയൊഴിഞ്ഞ് എനിക്ക് ഈ വിഷയത്തെ ആളുകൾ ചോദിക്കുന്ന സമയത്ത് എനിക്ക് വിഷയത്തെക്കുറിച്ച് അറിയില്ല. അതെങ്ങനെയാണ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ വന്നതാണെങ്കിൽ ആ രൂപത്തിലല്ലേ പരാതി? അല്ലല്ല, ഇത് ശബ്ദരേഖയടക്കമാണ് ഈ വനിതാ ഡോക്ടർ പാർട്ടിക്ക് പരാതി നൽകിയിരിക്കുന്നത്. അതായത് ഈ ആരോപണ വിധേയനായ കോട്ടൂളിക്കാരനായ യുവജന നേതാവ് അയാൾ സംസാരിച്ചതിന്റെ ശബ്ദരേഖ ഡോക്ടറോട് പറഞ്ഞതിന്റെ ശബ്ദരേഖയാണുള്ളത്. മുഹമ്മദ് റിയാസുമായും ഞാൻ സംസാരിച്ചിരുന്നു, ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്തിട്ട് അങ്ങനെ ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതാണല്ലോ പ്രധാനമായിട്ടും പാർട്ടിയോട് പറയുക. അങ്ങനെ ഒരു പരാതി ഇല്ലാത്ത കാര്യം ആരോപണമായി ഉന്നയിക്കരുത്. ഇതിൽ കുഴപ്പം വരുന്നത് മന്ത്രി പ്രതികരിക്കുന്നില്ല എന്നിടത്താണ്. മന്ത്രി റിയാസുമായിട്ട് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിന് ഇത്രയും വലിയൊരു പോസ്റ്റിലേക്ക് ഉള്ള കാര്യങ്ങൾ നടത്താൻ സാധിക്കുമോ എന്ന് ആലോചിച്ച് നോക്കൂ. മന്ത്രിയുടെ ഉറപ്പില്ലാതെ എങ്ങനെയാണ് സാധിക്കുക? ഞാനതാ പറഞ്ഞത്, ഇനി മന്ത്രിക്കില്ലെങ്കിൽ അന്വേഷണം നടക്കട്ടെ, മന്ത്രി അന്വേഷണത്തിന് വിധേയനാവണം. മന്ത്രി അല്ലാതെ കാര്യം അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയല്ല വേണ്ടത്. കാരണം ഇവർക്കൊക്കെ പങ്കില്ലാതെ ഈ താഴെ തട്ടിലുള്ള ഒരു സാധാരണ ഒരു പ്രവർത്തകനായിട്ടുള്ള ഒരാൾക്ക്, ഒരു ഏരിയ കമ്മിറ്റി അംഗം പോലുള്ള ഒരാൾക്ക് ഒന്നും ഇത്തരത്തിലുള്ള വലിയ തട്ടിപ്പിന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ പാർട്ടി നേരത്തെ ഇവിടെ ജയേന്ദ്രൻ പറഞ്ഞല്ലോ, പാർട്ടിയെ അറിയുന്ന ആളുകൾക്ക് ഇതൊക്കെ എന്താ പറയുക, എങ്ങനെയാണ് അവർക്ക് സാധിക്കുന്നത് എന്ന് നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് അവർക്ക് സാധിക്കുന്നത്? അപ്പം ഈ ഞങ്ങൾക്കൊക്കെ സംശയമുള്ളത് മന്ത്രിക്കും ഇതിൽ പങ്കുണ്ടാവും, അല്ലാതെ വരില്ലല്ലോ. കാരണം അവർക്ക് എന്താ പറയുക, കോഴിക്കോട്ടെ CPM-ന്റെ ഉള്ളിലെ സംവിധാനങ്ങളൊക്കെ കുറിച്ച് മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് അറിയാം എന്തുകൊണ്ടാണ് ഇപ്പോൾ കൈയൊഴിഞ്ഞ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അന്വേഷണം ഉണ്ടാവണം. മന്ത്രി മാറി നിന്ന് അന്വേഷണത്തിന് വിധേയനാവണം എന്നതാണ്. അല്ലാതെ അറിയില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ഒരാള് പണം വാങ്ങിയിട്ട് നിയമനം നേടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവർ ആ പദവിയിൽ പ്രവർത്തിക്കുക? നമുക്കറിയാം ഇവിടെ PSC-യുടെ തട്ടിപ്പ്, നമുക്കറിയാം PSC പരീക്ഷ ചോദ്യപേപ്പർ ചോർത്തിയ ഇത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. CPM SFI നേതാക്കന്മാർക്കും DYFI-ക്കാർക്കും എങ്ങനെയാണ് ഇത് ചോർത്തി കൊടുത്തതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ പിൻവാതിൽ വഴി നിയമനങ്ങൾ എങ്ങനെയാണ് കേരളത്തിൽ ഈ CPM സർക്കാരിന്റെ കാലഘട്ടത്തിൽ, പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നിയമനങ്ങൾക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ സാധാരണ പഠിക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പഠിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും അവർക്ക് അപ്രാപ്യമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പണം കൊടുത്തിട്ട് വാങ്ങുന്ന തരത്തിലേക്ക് CPM PSC-യെ ഒക്കെ എത്തിച്ചിരിക്കുന്നു. കാരണം അതിന്റെ വിശ്വാസ്യത പൂർണ്ണമായും കഴിഞ്ഞ ഈ പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ അതിന് ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഒരു കാര്യം. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിന് വിശ്വാസ്യത വീണ്ടെടുക്കേണ്ടതുണ്ട്. അതൊരു വിശ്വാസ്യത വീണ്ടെടുക്കേണ്ടതുണ്ടെങ്കിൽ ഒരു വ്യക്തമായിട്ടുള്ള അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ അന്വേഷണം ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ. മന്ത്രിക്ക് പങ്കില്ലെങ്കിൽ ആ അന്വേഷണത്തിൽ വ്യക്തമാവട്ടെ. മന്ത്രിയുടെ പേര് വന്ന കാര്യമല്ലേ, മന്ത്രിയുടെ പേര് ആ കാര്യത്തിൽ ഇല്ല എങ്കിൽ ആ അന്വേഷണത്തിൽ വ്യക്തമാവട്ടെ. അങ്ങനെ അല്ല എങ്കിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. കാരണം ഒരു മന്ത്രിയായിട്ട് ഇരുന്നു കൊണ്ട് ഇത്തരം അന്വേഷണത്തെ നേരിട്ട് കഴിഞ്ഞാൽ അതിൽ കാരണം ഇത്തരത്തിലുള്ള അഴിമതി നടത്താൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടത്താൻ സാധിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളെയും അട്ടിമറിക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ മന്ത്രി റിയാസ് മാറി നിന്നുകൊണ്ടുള്ള അന്വേഷണം ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ സത്യം പുറത്തു വരികയുള്ളൂ. അതിന് മന്ത്രിക്ക് പങ്കില്ല എങ്കിൽ അതിനുശേഷം മന്ത്രിസ്ഥാനത്തേക്ക് വന്നോട്ടെ. അല്ല എങ്കിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ച ചില വാർത്തകൾ കോഴിക്കോട് ഈ കമ്മിറ്റി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഒരു കോക്കസ് തന്നെ പ്രവർത്തിക്കും. വലിയ ആരോപണങ്ങളാണ് BJP ഉന്നയിക്കുന്നത്. ഗണേഷ് വരാം, ഇതിനൊക്കെ എന്ത് തെളിവ് എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. ശ്രീ എ സജീവൻ, ഞാൻ താങ്കളിലേക്ക് വരാം. ഒരു ചിത്രത്തിലേക്ക് പിന്നെ വീണ്ടും ചർച്ചയിലേക്ക് കിടക്കുകയാണ്. ശ്രീ എ സജീവൻ, ഇപ്പോൾ ഈ തട്ടിപ്പ് എന്ന് പറയുന്നത് പാർട്ടി അറിഞ്ഞുകൊണ്ടുള്ള തട്ടിപ്പാണെന്നാണ് ഇപ്പോൾ BJP പ്രതിനിധി പറയുന്നത്. കോൺഗ്രസ് പ്രതിനിധിയുടെ പ്രതികരണവും താങ്കൾ കണ്ടല്ലോ. ഇതിൽ ഒരു നടപടിയിലേക്ക് പോകേണ്ടത് പോലീസാണ്. ഈ തട്ടിപ്പിൽ പാർട്ടി കോടതിയിൽ ഉണ്ടാകുന്ന തീരുമാനമല്ല വേണ്ടത്. തീർച്ചയായും ഇപ്പൊ നമ്മള് തൊട്ടു മുമ്പ് കേട്ട തിരുവമ്പാടി പ്രശ്നം പോലെ ഈ അവനവൻ കടമ്പയോ അല്ലെങ്കിൽ ഈ മൂലയിലിരുന്ന മഴുവെടുത്തിട്ട് കാലിലിടുക എന്ന് പറയുന്ന രീതിയിലേക്കാണ് ഇത്തരം പ്രശ്നങ്ങളെ കൊണ്ടുപോകുന്നത്. ബുദ്ധിപരമല്ലാതെ അല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പലപ്പോഴും തീരുമാനിക്കപ്പെടുന്നത്. ഈ പ്രശ്നത്തില് അങ്ങനെ ഒരു ആരോപണം ഒരു വനിതാ ഡോക്ടറുടെ അടുത്ത് നിന്ന് 60 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും 22 ലക്ഷം രൂപയും വാങ്ങുകയും ചെയ്തു എന്നുള്ള പരാതി ഉണ്ടാകുമ്പോൾ പാർട്ടി
അനുഭാവിയായിട്ടുള്ള വനിതാ ഡോക്ടറോ അല്ലെങ്കിൽ ആ കുടുംബമോ ആ കാശ് കൊടുക്കുന്നു പറയുമ്പോൾ അത് ഞങ്ങൾ തീരുമാനിച്ചു കൊള്ളാം. പണ്ട് താങ്കൾക്കൊക്കെ അറിയാവുന്ന പോലെ ജോസഫൈന്റെ ഒരു പ്രതികരണം നമുക്ക് അറിയാവുന്ന, പാർട്ടി കോടതി തീരുമാനിക്കുന്നു പറഞ്ഞ രീതിയിൽ അങ്ങനെ പാർട്ടി കോടതി തീരുമാനിക്കുന്നു പറയുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം ഒരു പക്ഷെ അങ്ങനെ തീരുമാനിക്കപ്പെടാം. പല നേതാക്കന്മാരും പറയുന്ന പോലെ ഒരു പ്രശ്നം വന്നാൽ പുതിയൊരു പ്രശ്നം വരുമ്പോഴേക്കും അതില്ലാതായി തീരുന്നുള്ളൂ. അങ്ങനെ പോകുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് 2 ദിവസം മുമ്പേ ഡൽഹിയിൽ നടന്നിട്ടുള്ള പാർട്ടി കേന്ദ്ര കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അവസാനം എല്ലാ ചർച്ചയും കഴിഞ്ഞതിന് ശേഷം കേന്ദ്ര കമ്മിറ്റി പറഞ്ഞിട്ടുള്ളത് ജനങ്ങളിൽ നിന്ന് അകന്നതാണ് പാർട്ടിയുടെ ജനവിശ്വാസം നഷ്ടപ്പെട്ടതാണ് പാർട്ടിക്കുണ്ടായിട്ടുള്ള തിരിച്ചടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും. രണ്ടാമത്തേത് വർഗപരമായിട്ടുള്ള രാഷ്ട്രീയം അത് വിട്ടുകൊണ്ടുള്ള മറ്റു പല രീതിയിലേക്ക് പോയതിന്റെ ഭാഗമാണെന്ന്. ഇതാണ് പ്രശ്നം. അടിസ്ഥാനപരമായിട്ട് എന്താണോ വേണ്ടത് അത് നടപ്പാക്കാൻ ഇത്തരത്തിൽ ജനങ്ങൾ ഒരിക്കൽ പോലും ഞങ്ങൾ തീരുമാനിച്ചോളും, പോലീസും വേണ്ട, ഇവിടുത്തെ നിയമം വേണ്ട എന്ന് പറയുമ്പോൾ ജനം വിശ്വസിക്കില്ല. അത് തിരിച്ചടിയായിട്ട് മാറും എന്ന് ഈ കഴിഞ്ഞ ദിവസം അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ആ തെറ്റ് തിരുത്തേണ്ടതാണ് എന്ന് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി പറഞ്ഞതിന്റെ ആ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ പരിശോധിക്കാൻ. ഇവിടെ നാളെ ഇപ്പോൾ തെറ്റുതിരുത്തലിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ പറഞ്ഞ യുവ നേതാവിനെതിരെയും അയാൾ മാത്രമല്ല വേറെയും 2 പേരുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അവർക്കെതിരെയും നടപടി ഉണ്ടായേക്കും. അപ്പോൾ നടപടിയിലേക്ക് വേഗം കടന്നു എന്നൊരു വാദം ഉന്നയിക്കാം. പക്ഷേ ഇതിലൊരു വ്യക്തത, ഇത് ഞങ്ങൾക്ക് അടച്ചിട്ട മുറിക്കുള്ളിൽ ചർച്ച ചെയ്ത് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചാൽ മതി. ഇതാണല്ലോ തോമസ് ഐസക് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ജനമാണ് പാർട്ടി എന്ന ഒരു നിലപാടിലേക്ക് പാർട്ടി എത്തിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. ജനത്തിനെ കേൾക്കുന്ന ഒരു ചെവി എപ്പോഴും ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ ജനത്തിനോടത് പറയാതിരിക്കുന്നത് എങ്ങനെയാണ് ന്യായീകരിക്കാനാവുക? ഇന്നിപ്പോൾ മന്ത്രിക്കൊന്നും അറിയില്ല എന്നാണ് പറയുന്നത്. ആളുകളെ തമാശയാക്കുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ പാർട്ടി തീരുമാനം അനുസരിച്ച് പാർട്ടി കോടതി എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം, നമ്മുടെ ഇവിടെ ഈ രാജ്യത്ത് ഒരു ഭരണഘടന നമ്മളെല്ലാവരും പോഴ്ത്തി പറയുന്നതാണ്. ഭരണഘടന ഗംഭീരമാണെന്ന് പറയും. ആ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള ഒരു നിയമ സംഹിത ഇവിടെയുണ്ട്. ആ നിയമസംഹിതയിൽ പറയുന്ന കാര്യം ഇതൊരു കൃത്യമായിട്ടുള്ള, ഇത് ശരിയാണെങ്കിൽ അല്ലെങ്കിൽ പരാതി വന്നാൽ സ്വാഭാവികമായിട്ട് ഇതൊരു വലിയ ക്രിമിനൽ ഒഫൻസ് ആണ്. പണം തട്ടിപ്പാണിത്. ആ പണം തട്ടിപ്പ് എന്ന് പറയുന്നത് കൈക്കൂലിയാണിത്. ആ കൈക്കൂലി ആര് വാങ്ങി എന്നുള്ള ഒന്നും പ്രശ്നമല്ല. ഈ ഒരു ജോലി കൊടുക്കാം അല്ലെങ്കിൽ ഒരു സ്ഥാനം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് വൻ തുക വാങ്ങുന്നു, വൻ തുക ആവശ്യപ്പെടുന്നു, അതിന്റെ ഒരു ഭാഗം വാങ്ങുന്നു. ഇത് രണ്ടും നടന്നതായിട്ടുള്ള പരാതിയാണ്. അപ്പൊ എന്ന് വെച്ചാൽ അത് നിലവിലുള്ള ഇന്ത്യയിലെ നിയമസംഹിത ഉപയോഗിച്ച് തന്നെ പരിഹരിക്കപ്പെടേണ്ട കാര്യമാണ്. അതിന്റെ തീർപ്പ് ഉണ്ടാവേണ്ടത് അങ്ങനെയാണ്. അപ്പോൾ ഈ ഇവിടെയുള്ള നിയമം വെച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് തന്നെയാണ് പോകേണ്ടത്. അത് ഇപ്പൊ കോൺഗ്രസ് സംഭവിക്കും, കോൺഗ്രസ്സുകാർ തീർക്കും. CPM സംഭവിക്കുമ്പോൾ CPM തീർക്കും. മുസ്ലിം ലീഗ് ആണ് ഇത്തരം പ്രശ്നം ഉണ്ടാകുമെങ്കിൽ മുസ്ലിം ലീഗുകാർ തീർക്കും എന്ന് പറയുമ്പോൾ പല ആളുകളും ചോദിക്കുന്നു, നാട്ടുകാർക്ക് സംഭവിക്കുന്ന കാര്യം നാട്ടുകാർ തീർത്തോളല്ലോ, നിങ്ങൾ എന്തിനാണ് പോലീസിന്റെ ആവശ്യം എന്താണ് അല്ലെങ്കിൽ കോടതിയുടെ ആവശ്യം എന്താണെന്ന് ചോദ്യം വരും. അപ്പൊ ഇത് പൂർണ്ണമായിട്ടും ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമായിട്ട് നിലപാടായിട്ടാണ് മാറുക. അത് ജനം ചോദ്യം ചെയ്യും. അതാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി പറയുന്നത്. ജനത്തിന്റെ വിശ്വാസത്തിന് അപ്പുറത്തേ പോകുന്നൊരു പ്രശ്നം വരും. ഇത് തീർക്കേണ്ടത് തീർച്ചയായിട്ടും, കാരണം ഇത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതിൽ റിയാസ് പോലും ഇത്തരത്തിൽ പാർട്ടിയിൽ പരാതിപ്പെട്ടു, ഇതിന് അന്വേഷിക്കേണ്ടതാണ് എന്ന് പറയാം. പക്ഷെ പാർട്ടിയാണോ അന്വേഷിക്കേണ്ടതെന്നുള്ള ചോദ്യമുണ്ട്. അപ്പൊ ഇവിടെ ഇതൊരു ചുരുങ്ങിയ കാര്യമൊന്നുമല്ല. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് കാര്യമായിട്ട് നടപടികളൊന്നും ഉണ്ടായില്ല. പാർട്ടിയുടെ രീതി അനുസരിച്ചുള്ള ഒരു നടപടിയാണ് വരുന്നത്. സ്മൃതിക്ക് അറിയാമല്ലോ അതെങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ മറ്റുള്ള ആളുകൾക്ക് കൂടുതൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ തോന്നും. ഇപ്പൊ സ്വർണം പൊട്ടിക്കൽ പോലെ സംഭവങ്ങളെ കുറിച്ച് വന്നിട്ട് പോലും അത് ഒരു ക്രിമിനൽ ഒഫൻസ് ആണ്, അത് ആ രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ പോകാതെ അത് പാർട്ടി പരിഹരിക്കും, പാർട്ടി നടപടിയെടുക്കുമെന്ന് പറയുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് അതിനേക്കാൾ കൂടുതൽ പൊട്ടിക്കാൻ തോന്നും. സ്വർണത്തിന് പോലെ അതിനെ വൈഡൂര്യം പൊട്ടിക്കുന്ന രൂപത്തിലേക്ക് പോകും. അതേപോലെയാണ് കൂടുതൽ ഒഫൻസ് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാകും. ഇതിപ്പോ ഇത്ര 22 ലക്ഷം രൂപ വാങ്ങി, ഇനി 222 ലക്ഷം രൂപ വാങ്ങാനുള്ള താല്പര്യം കൂടി ഉണ്ടാകും. അപ്പൊ സത്യത്തിൽ നമ്മുടെ നിലവിലുള്ള ഭരണഘടന അനുശാസിക്കുന്ന രൂപത്തിലുള്ള ഭരണഘടനാ സംവിധാനം അനുസരിച്ചുള്ള നിയമവ്യവസ്ഥ അനുസരിച്ച് ഇത് അന്വേഷിക്കേണ്ടതാണ്. അങ്ങനെ അതിന് തയ്യാറാകുമ്പോഴാണ് പാർട്ടി അതിന് തയ്യാറാകുമ്പോൾ ഉണ്ടാകുന്ന നേട്ടം എന്ന് പറയുന്നത് അത് പാർട്ടിയിൽ വിശ്വാസ്യത കൂടും. നമ്മൾ എങ്ങനെയാണ് 2016 ഈ LDF അധികാരത്തിൽ വന്നത്? അതിന് കാരണം ഈ അധികാരത്തിന്റെ ഇടനാഴികൾ ഉണ്ടായിരുന്ന
ഈ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞപ്പോ സോളാർ കേസിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണല്ലോ. അതിനുശേഷം 2016 അധികാരത്തിൽ വരുന്ന സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി എല്ലാവരെയും ഓർമ്മിപ്പിച്ച കാര്യം എന്ന് പറയുന്നത് അധികാരത്തിന്റെ ഇടനാഴിയിലൂടെ വരുന്ന അവതാരങ്ങളെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ആ ശ്രദ്ധ ഉണ്ടായില്ല എന്നുള്ളതിന്റെ തെളിവുകൾ പിന്നീട് നമ്മൾ മറ്റു പല രീതിയിൽ കണ്ടു. അതാ തുടർച്ചയായിട്ട് അത് പാർട്ടിയുടെ കാര്യത്തിലാണെങ്കിലും ഭരണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അധികാരത്തിന്റെ ഇടനാഴികയുടെ ഇത്തരത്തിലുള്ള ആളുകൾ വരുമ്പോ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ആർക്കാണ് നഷ്ടം? ഈ 22 ലക്ഷം രൂപ വാങ്ങിയ ആള് വ്യക്തി എന്ന നിലയിൽ നഷ്ടപ്പെടുന്നില്ല. അയാളെ ഒരു പാർട്ടി പുറത്താക്കിയേക്കാം, അയാൾക്കെതിരെ ആ രീതിയിൽ നടപടികളിലേക്ക് വന്നേക്കാം. പക്ഷേ ഇതിന്റെ ചീത്തപ്പേര് മുഴുവൻ ആർക്കുണ്ടാവുന്ന പാർട്ടിക്കാണ്. ശരി. അപ്പൊ അത്തരം തിരിച്ചറിവുകൾ ഉണ്ടാകണമെന്നാണ് കേന്ദ്ര കമ്മിറ്റി പറഞ്ഞിട്ടുള്ളത്. കേന്ദ്ര കമ്മിറ്റിയുടെ ആ ഒരു നിർദ്ദേശം അനുസരിച്ചാണ് ഈ പാർട്ടി മുന്നോട്ടേക്ക് പോയതെങ്കിൽ ഉണ്ടാകാവുന്ന അപകടത്തെക്കുറിച്ച് പോലും കേന്ദ്ര കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ഇതിനെ കൃത്യമായിട്ട് കാണേണ്ടത്. ശരി, ശ്രീ എം ജയചന്ദ്രൻ, തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ട് എന്ന കേന്ദ്ര കമ്മിറ്റി പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ ആ തിരുത്തലുകൾ എന്നുള്ള കാര്യം പാർട്ടി സെക്രട്ടറിയും സമ്മതിച്ച കാര്യമാണ്. പക്ഷേ എവിടെ തിരുത്തുന്നു എന്നതിൽ മാത്രമാണ് വ്യക്തത കുറവുള്ളത്. ഇപ്പോൾ ഈ കാര്യത്തിൽ ഒരു സുതാര്യമായ നടപടിയാണെങ്കിൽ ഈ കേസ് അങ്ങ് പോലീസ് അന്വേഷിക്കട്ടെ എന്ന് തീരുമാനിക്കുകയും ഈ പറഞ്ഞിരിക്കുന്ന ആരോപണ വിധേയരുടെ തെളിവുകളടക്കം പാർട്ടി കയ്യിൽ വന്നു കഴിഞ്ഞല്ലോ, അപ്പോൾ അവരെ അങ്ങ് പുറത്താക്കാനുള്ള തീരുമാനത്തിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. നാളെ ആ യോഗമുണ്ടെന്ന് താങ്കൾക്ക് സമർത്ഥിക്കാം. പക്ഷേ അപ്പോഴും ഈ കേസ് പോലീസ് അന്വേഷിക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് എന്തുകൊണ്ടാണ് പോകാത്തത്? അതൊരു പ്രധാനപ്പെട്ട വിഷയം. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തുകൊണ്ട് പരസ്യമായി പറയുന്നില്ല? ഒരു ആരോപണം ഉയർന്നു, അത് തെളിവുള്ളതാണ് എന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞു. ഇത് മന്ത്രി പറയേണ്ടതല്ലേ? എന്താണ് പറയുന്നതിൽ വിമുഖത? നോക്കൂ, എൻ്റെ കൂടെ ഇന്നലെ വരെ നടന്ന അയാൾ കള്ളനാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നത്, ഇയാളെ ഞാൻ തള്ളിക്കളയുകയാണ്, അയാൾക്കെതിരെ നടപടി ഇതാ നാളെ ഉണ്ടാകാൻ പോകുന്നു എന്ന് മന്ത്രി പറഞ്ഞാൽ എന്ത് സംഭവിക്കുമായിരുന്നു? അപ്പോൾ എന്താണത് പറയാത്തത്? സ്മൃതി, ഞാൻ ഒരു കോടതിയിൽ വന്ന് വാദിക്കുകയല്ലോ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോൾ ശ്രീ അനിലക്കര ശരിയായി സൂചിപ്പിച്ചതുപോലെ CPIMന്റെ പ്രതിനിധിയായിട്ടല്ല ഞാനിവിടെ വന്നിട്ടുള്ളത്. CPIM ഇക്കാര്യത്തിൽ എന്തെങ്കിലും പറയാൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുമില്ല. അത് താങ്കൾക്കും അറിയാം, ഈ പാനലിസ്റ്റുകൾക്കും അറിയാം. പക്ഷേ ഇങ്ങനെ ഡിബേറ്റ് എന്നെ വിളിക്കുമ്പോൾ, പ്രശ്നം ഇതായിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് വസ്തുത എന്ന് അന്വേഷിക്കാനും എനിക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ ഈ ചർച്ചയിൽ പറയാനും എനിക്ക് ആർജവം ഉണ്ടാവണം എന്ന് എൻ്റെ മനസാക്ഷിയാണ് എന്നെ ഉപദേശിക്കുന്നത്. അതിനനുസരിച്ചാണ് ഞാൻ ഈ ചർച്ചയിൽ വന്ന് പ്രതികരിക്കുന്നത്. അതുകൊണ്ട് താങ്കളോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടത് പരസ്യമായി പറഞ്ഞുകൂടാ എന്നുള്ള ഒറ്റ ഉത്തരവേ എനിക്ക് പറയാൻ കഴിയൂ. ഈ പാർട്ടിയെയാണ് പൈസ കൊടുത്തവർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അവർ പാർട്ടിയിലാണെന്നേ പരാതിപ്പെട്ടിരിക്കുന്നത്. പരാതി ഉണ്ടെങ്കിൽ അത് പാർട്ടിയിലാണ് പരാതിപ്പെട്ടിരിക്കുന്നത്. അവർ ആഗ്രഹിക്കുന്നത് പാർട്ടിയുടെ പരിഹാരമാണ് അവർക്ക് വേണ്ടത്. അതിനി അവർ ആ ലെവൽ വിട്ട് പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങളത് ഉൾക്കൊള്ളുന്നില്ല, അക്നോളജ് ചെയ്യുന്നില്ല, നിങ്ങൾ നിയമപരമായി പൊയ്ക്കോളൂ എന്ന് പാർട്ടി പറഞ്ഞാലേ അവർ പോകൂ എന്നുള്ളതാണ് അവരുടെ നിലപാടെങ്കിൽ ആ പാർട്ടി അത് ആലോചിക്കണ്ടേ, ഉത്തരവാദിത്തപ്പെട്ടവരെ ആലോചിക്കണ്ടേ. പിന്നെ ഇത് ആദ്യത്തെ ഒരു സംഭവമാണ് ഈ PSC നിയമനവുമായി ബന്ധപ്പെട്ട്, അംഗത്വവുമായി ബന്ധപ്പെട്ട് ശ്രീജിത്ത് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, നേരത്തെ ഉള്ള റിപ്പോർട്ടിൽ അങ്ങനെ പറയുന്നുണ്ടല്ലോ. ഇവിടെ ഈ പ്രശ്നത്തിൽ എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായത് ശ്രീ അനിലക്കര, ശ്രീ ഗണേശ്, സജീവന് അവിടുത്തെ കാര്യങ്ങൾ നന്നായിട്ട് അറിയുന്ന ആളുമാണ്. ഈ പറയുന്ന ഈ കക്ഷി, ഈ പറയുന്ന ഏരിയ നേതാവെന്ന് പറയുന്ന കക്ഷിയും മറ്റു ചില പല പാർട്ടികളിലും പെട്ട വേതാളങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവർ ചില കിങ്കരന്മാരാണ് അവർ. ഏത് ഗവൺമെൻറ് വന്നാലും ഏത് ഗവൺമെൻറ് ഭരിച്ചാലും ഇത്തരത്തിൽ പല ഈ പാർശ്വവർത്തികളുടേതായിട്ടുള്ള അഭിനയം ഒരു ഭാഗത്തും ഇടപെടലിൻ്റെ നടപടികളുടേതായിട്ടുള്ള ഒരു ഭാഗം മറുപുറത്തും ആയിട്ട് നിരന്തരം ചെയ്തു പോരുന്നൊരു രീതി ഈ കോക്കസിലുണ്ട് കോഴിക്കോട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് ഈ പാർട്ടിയിൽ CPIMൽ മാത്രം നിൽക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് കേട്ടോ. അവിടുത്തെ UDFലും LDFലും NDAയിലും മൂന്നും ഒരുമിച്ച് അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ, മുന്നണി എന്നുള്ള നിലയ്ക്ക്. അങ്ങനെയാണ്. അതല്ലാതെ ഗണേശ് പറയുന്നത് പോലെ ഇത് റിയാസ് അങ്ങ് രാജിവെച്ചേക്കണം, എളുപ്പമുള്ള കാര്യമാണ് പറയാനായിട്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ പരാതിപ്പെട്ടവർക്ക് പരാതിപ്പെട്ടത് അവർക്ക് വിശ്വാസമുള്ള പാർട്ടിയോടാണ്. ആ പാർട്ടി പ്രശ്നം പരിഹരിക്കണം എന്നാണ് അവരിപ്പോഴും കാണുന്നത്. അവരുടെ നിലപാടും അതാണ്. അതുകൊണ്ട് ആ പാർട്ടി പരിശോധിക്കുമോ ഇല്ലയോ എന്നുള്ളത് ആ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നാളെ റിയാസ് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ആ പങ്കെടുക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെൻ്റെ മനസ്സിലാക്കൽ മാത്രമാണ്, എനിക്ക് ഉറപ്പൊന്നുമില്ല, ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നു. അങ്ങനെ ആവുമ്പോൾ ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ സാധ്യതയുള്ളപ്പോൾ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ചർച്ച ചെയ്യും. ഇത് ശരിക്കും അപകീർത്തികരമാണ്. ആർക്ക്? ഗവൺമെൻറ്റിനടക്കം, റിയാസിനടക്കം, CPIMന് മൊത്തത്തിൽ
വിശേഷിച്ചും റിയാസിന് അപകീർത്തികരമായ പ്രശ്നം തന്നെയാണ്. അപ്പം അതിനെ വളരെ അവധാനതയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യണം. അല്ലാതെ ഇതുടനെ പ്രശ്നമായി പാർട്ടി കേന്ദ്ര കമ്മിറ്റി അങ്ങനെ പറഞ്ഞില്ലേ, പാർട്ടി കേന്ദ്ര കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ പോലീസിൽ പൊയ്ക്കോ എന്ന് പറയുന്നതല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ പണി. അങ്ങനെയാണെങ്കിൽ ഇവർ ബോധമില്ലാത്തവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും അല്ലെന്ന ഈ പറഞ്ഞ ഡോക്ടറും അവരുടെ ഭർത്താവും അവർ നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്, വെൽ പ്ലേസ്ഡ് ആണ്, സമൂഹത്തിൽ ഒക്കെ ഉണ്ട്, അവർക്കിതൊക്കെ അറിയാമെന്നേ. പക്ഷെ അവർ ഈ CPIM എന്ന അവർ വിശ്വസിക്കുന്ന പാർട്ടിയാണ് ഒരു മുഖവിലേക്ക് എടുത്തതും പരിഗണിച്ചതും അപേക്ഷ കൊടുത്തതും. അവിടുന്ന് പരിഹാരം ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ആ പാർട്ടി പരിഹരിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇറ്റ് ഈസ് അപ് ടു ദം. ആർക്ക്? CPIM സംബന്ധിച്ച് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അവർ തീരുമാനിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇവർ വെയിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് CPIM പറയുന്നെങ്കിൽ പറയട്ടെ, ഇല്ലെങ്കിലാണ് ഇപ്പം പൊതുസമൂഹത്തിന് മുമ്പുള്ള പ്രശ്നമല്ല ഇത്. നമ്മൾ ഈ വിഷയം അറിഞ്ഞത് ചർച്ച ചെയ്യുന്നു. എന്നെ സംബന്ധിച്ചോളം റിപ്പോർട്ടർ ചാനലിനെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ അതിനെ സംബന്ധിച്ച് കളക്ട് ചെയ്യാവുന്ന മാക്സിമം ഡീറ്റെയിൽസ് സത്യസന്ധമായി കളക്ട് ചെയ്തു. അത് അതുപോലെ തന്നെ ഞാനിവിടെ ഒന്ന് പറയുകയാണ് ഞാൻ ചെയ്തത്. അതാണ് അതിൻ്റെ ഉത്തരവാദിത്തമാണ് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാനിത് ഈ പൊതുസമക്ഷം ഈ ചാനൽ ഇത് പറയുന്നത്. അതുകൊണ്ട് ഇത് മുഴുവനും CPIMന്റെ പുറത്ത് അടിച്ചേൽപ്പിക്കണം, മന്ത്രി റിയാസ് രാജിവെക്കണം എന്നൊക്കെ ഗണേശനെ പോലുള്ള രാഷ്ട്രീയമായിട്ടുള്ള വർത്തമാനം പറഞ്ഞാൽ, ഗണേശനേക്കാളും എത്രയോ രാഷ്ട്രീയമായ ഉത്തരവാദിത്വം കേരളത്തിൽ വഹിച്ചിട്ടുള്ള ആളാണ് അനിലക്കര. പാർലമെന്റ് MLA ആയിരുന്നില്ലേ? അദ്ദേഹം ഈ രീതിയിലുള്ള വർത്തമാനം പറയുന്നത്. അത് കുറച്ചുകൂടെയൊക്കെ നമ്മൾ രാഷ്ട്രീയ നേതാക്കളാകുമ്പോൾ കുറേ കൂടെ ഉത്തരവാദിത്വം ഏതൊരു കാര്യത്തിലും അഭിപ്രായപ്പെടുമ്പം പ്രകടിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അത് നിങ്ങളുടെ മിതത്വമായിട്ട് ജനം കേൾക്കൂ, പരിഗണിക്കൂ. അത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. എനിക്കതിൻ്റെ അകത്ത് ഇത്തരം ഒരു അഭിപ്രായം പറയാൻ മാത്രമേ കഴിയൂ. ഏതായാലും അതാണ് മുമ്പിലുള്ള വിഷയം. ആ തരത്തിൽ CPIM അത് പരിഹരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത്തരം കഥകൾ CPIMന്റെ പുറത്ത് ഉണ്ട് എന്നുള്ളത് കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ കൂടെ നമ്മളെല്ലാവരും നടത്തിയ ആദ്യത്തെ തട്ടിപ്പാണ് എന്ന് കരുതുന്നുണ്ടോ? അതിന്മേലൊരു അന്വേഷണം പോലീസ് നടത്തിയാലല്ലേ മറ്റു കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ. ഇപ്പോൾ ഒരു പരാതി, ആ പരാതി പാർട്ടി അനുഭാവിയുടെ കുടുംബമായതുകൊണ്ട് ആ പരാതി പാർട്ടിയിലേക്ക് തന്നെ പോയി. അവർക്ക് പോലീസിൽ പരാതിപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട്, അതിൽ അവർ താല്പര്യപ്പെടുന്നില്ല. ശരി, അത് ആ നിലയ്ക്ക് അത് അംഗീകരിക്കുകയാണെങ്കിൽ കൂടെ വേറെയും തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാം? അത് അന്വേഷിക്കട്ടെ. വേണം, തീർച്ചയായിട്ടും അന്വേഷിക്കണം. അത്തരം തട്ടിപ്പുകൾ ഉണ്ട് സ്മൃതി. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കോക്കസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അത്തരം തട്ടിപ്പുകൾ ഉണ്ടെന്നേ. അത് എനിക്ക് പറയുന്നതിന് മടിയൊന്നുമില്ല. ഇനി വേറൊരു ഘട്ടത്തിൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വരികയാണെങ്കിൽ അന്ന് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാം, ഇയാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇയാൾ മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ മറ്റ് രാഷ്ട്രീയ കക്ഷികളിലുള്ള ഈ പറഞ്ഞൊരു ഗൂഢസംഘം. ശരി, ഓരോ രാഷ്ട്രീയ സംഘം ഉണ്ടാവും. അത് അങ്ങനെ നമുക്ക് സാമാന്യവൽക്കരിച്ചൊക്കെ പറയാൻ പറ്റും. ശ്രീജയേന്ദ്രൻ, CPIMനെ സംബന്ധിച്ച് CPIMന്റെ പാർട്ടിയിലെ വോട്ട് ചോർച്ചയായാലും പാർട്ടിക്കകത്ത് ഞാനൊന്ന് പറഞ്ഞോട്ടെ, പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയിലെ നേതാക്കൾ എങ്ങനെയൊക്കെ സഞ്ചരിക്കുന്നു എന്ന് മനസ്സിലാക്കാനും അത് കൃത്യമായി അത് കണ്ടുപിടിക്കാനുമുള്ള എല്ലാ സംവിധാനവും പാർട്ടിയിലുണ്ട്. അപ്പോൾ ഇയാൾ ഇത്ര കാലം ഈ പരിപാടിയൊക്കെ നടത്തുമ്പോൾ ഇതാരും അറിഞ്ഞിട്ടില്ല, ഇത് വന്ന് ഈ പരാതിപ്പെടുമ്പോൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതുവരെ നല്ല പാർട്ടിക്കാരനാണ് തന്നെയാണ് ഇയാൾ എന്നാണ് വിശ്വസിച്ചിരുന്നത്, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അല്ല, ഞാൻ പറഞ്ഞത് താങ്കൾ തെറ്റായി ധരിച്ചിട്ടാണ് പറഞ്ഞത്. എല്ലാ പാർട്ടിയിലും ഇങ്ങനെയുണ്ടെന്ന് ഞാൻ ജനറലൈസ് ചെയ്തു. ഞാൻ ജനറലൈസ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇയാളടക്കമുള്ള ഒരു കോക്കസ് എല്ലാ പാർട്ടികളും ഒന്നായി നിന്ന് പ്രവർത്തിക്കുകയാണ് ഇത്ര കാലമായി. അല്ലാതെ ഓരോ ആൾക്കാർ വരുമ്പോഴും ഓരോ സംഘം എന്നുള്ളതല്ല. ഇത് സ്ഥിരം സംഘമാണ്. ഈ സ്ഥിരം സംഘം ഇത്തരത്തിലുള്ളൊരു കോക്കസ് സ്ഥിരമായിട്ടുണ്ട്. അത് ഏത് രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാലും അവർ അവരുടെ പരിപാടികൾ നടത്തുന്നു എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ ഓരോ ഗവൺമെന്റ്, UDF ഗവൺമെന്റ് വരുമ്പോൾ UDFന്റെ കോക്കസ്, LDF വരുമ്പോൾ LDFന്റെ കോക്കസ്, BJPയുടെ കോക്കസ്. അതിലൊരു യാഥാർത്ഥ്യമുണ്ട് താനും. ആരാണോ ഭരിക്കുന്നതിനകത്ത് ഈ തരത്തിൽ ഒരു കോക്കസ് പ്രവർത്തിക്കും. ആ കോക്കസ് നന്നായി പൈസ ഉണ്ടാക്കുകയും ചെയ്യും. ഇതിപ്പോൾ പുറത്തു വന്നു, അതുകൊണ്ട് അതിന്മേലൊരു നടപടി ഉണ്ടാകുന്നു. മറുപടി ശ്രീ ജയചന്ദ്രൻ അദ്ദേഹത്തിന്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാകാവുന്ന രീതിയിലാണ് അദ്ദേഹം മറുപടി പറയുന്നത്. അദ്ദേഹത്തിന് അത്രയേ പറയാൻ കഴിയൂ. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ശ്രുതി ഇന്ന് വാർത്ത വായിച്ച ഇൻട്രോന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയുകയുണ്ടായി. തൃശ്ശൂരിലെ സ്കൂൾ നിയമന കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരാൾ അറസ്റ്റിലാവുകയും അദ്ദേഹത്തിന്റെ സർക്കാർ ജോലി, അദ്ദേഹം ഒരു എയ്ഡഡ് സ്കൂളിലെ മാനേജർ കൂടിയാണ്, ആ ജോലിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുകയും ആ സ്കൂളുകൾ സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു എന്നൊരു വാർത്ത നമ്മൾ കൂട്ടത്തിൽ വായിച്ചല്ലോ. അത് റിപ്പോർട്ടർ ചാനൽ കൊണ്ടുവന്ന ഒരു വാർത്തയുടെ ഭാഗമായി ഉണ്ടായ നടപടിയാണ്. അദ്ദേഹം എന്ത് കുറ്റമാണ് ചെയ്തത്? അദ്ദേഹം ഇത്തരത്തിൽ സർക്കാർ ജോലിക്ക് അദ്ദേഹത്തിന്റെ സ്കൂളിൽ
പണം വാങ്ങി ആ പണം വാങ്ങി പിന്നീട് നിയമനങ്ങൾ ഉണ്ടാക്കി നിയമിക്കുന്ന രീതിയാണ് അദ്ദേഹം ചെയ്തത്. അത് ഈ 8 വർഷത്തിനിടയിൽ ഈ 8ാമത്തെ വർഷമാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പം നമ്മുടെ നാട്ടിൽ ഒരു സ്വഭാവമായ രീതി ഇത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നിയമനങ്ങൾക്ക് പണം കൊടുത്താൽ ആ നിയമനം കിട്ടുമെന്ന രീതിയിൽ ആളുകൾ ധരിച്ചു പോയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ സ്കൂൾ അധ്യാപകന്റെ കാര്യത്തിലും മറ്റു കാര്യത്തിലും എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇത് ഭീകരമാണ്. ഇതെന്താണിത്? PSC അംഗമാകാൻ വേണ്ടി പണം കൊടുക്കുന്ന ആ പണം CPMന്റെ കോഴിക്കോട് ഏരിയ കമ്മിറ്റി സെന്റർ കൈകാര്യം ചെയ്യുന്ന ഒരാൾ, മന്ത്രിയുടെ നാട്ടുകാരനായ ഒരാൾ പണം വാങ്ങുന്ന ഘട്ടത്തിലേക്ക്, അത്ര സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിയ കാര്യത്തെ അദ്ദേഹം മറ്റ് 8 വർഷം മുമ്പ് UDFന്റെ കാലത്ത് ഇദ്ദേഹം അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവും അതിനകത്തില്ല. രണ്ടാമത്, ഇത് ശ്രീ ജയേന്ദ്രൻ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഈ പണം കൊടുത്ത ആൾ ഇതിനകത്ത് കുറ്റക്കാരനാണ്. അതല്ലേ നമ്മൾ CPM ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ ഒരു ഭരിക്കുന്ന ഒരു പാർട്ടി എന്ന രീതിയിൽ, തെറ്റുതിരുത്തുന്ന ഒരു പാർട്ടി എന്ന രീതിയിൽ അവർ ചെയ്യേണ്ടത് ഇയാൾക്കെതിരെ, ഈ പണം കൊടുത്ത ആൾക്കെതിരെ ആദ്യം പരാതി കൊടുക്കണം. ഇതൊരു ബിസിനസ്സിനല്ലോ പണം ഇറക്കിയിട്ടുള്ളത്. ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ പോയി ഷെയർ വാങ്ങുകയല്ല ചെയ്തിട്ടുള്ളത്. ഇത് ചെയ്തെന്തിനാണ്? ഭരണഘടനാ സ്ഥാപനമായ PSCയിലെ ഒരു അംഗമാകാൻ വേണ്ടി 60 ലക്ഷം രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ച് 22 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് അദ്ദേഹം തിരിച്ചു പിടിക്കുന്നത്? അദ്ദേഹത്തിന് ശമ്പളത്തിലൂടെ മാത്രമല്ല, പെൻഷനിലൂടെ മാത്രമല്ല അദ്ദേഹം തിരിച്ചു പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിലെ നിയമനങ്ങൾ കൂടി അദ്ദേഹത്തിന്റെ കണ്ണുള്ളതിന്റെ ഭാഗമായിട്ടല്ലേ? അപ്പോൾ ഇത് സ്വാഭാവികമല്ലേ? കുറുക്കൻ കോഴിക്കൂട്ടിൽ നോക്കുന്നത് പോലെ ആ കൂട്ടിനകത്തെ കോഴിയെ എങ്ങനെ പിടിക്കാം എന്നത് ഉദ്ദേശിച്ചുകൊണ്ടല്ലേ അദ്ദേഹം ഈ പരിപാടി ചെയ്തത്. അപ്പൊ ഇതിനകത്ത് ഈ പണം വാങ്ങിയ ആളെക്കാളെ ഏറെ ഗുരുതരമായ കുറ്റം ചെയ്തത് നാളുകളിൽ ഇത് 60 ലക്ഷം രൂപയുടെ ഒരു അഴിമതിയാണ് ഈ CPM ഏരിയ കമ്മിറ്റി അങ്ങ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതിന്റെ 10-20 മടങ്ങ് അഴിമതി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പണം കൊടുത്തിട്ടുള്ളത്. അതല്ലേ CPM കാണേണ്ടത്? അതല്ലേ ശ്രീ ജയേന്ദ്രൻ കാണേണ്ടത്? അത് അങ്ങനെയാണെങ്കിൽ ഈ പരാതി ചർച്ച ചെയ്യല്ല. ഇത് പാർട്ടിയോടുള്ള വിശ്വാസം എനിക്കും സ്മൃതിക്കും ജയേന്ദ്രനും ബാധകമല്ലെന്നേ. അത് ഞങ്ങൾക്കാർക്കും, കേരളത്തിലെ പൊതുസമൂഹത്തിന് ബാധകമല്ല. ഇതൊരു കൊള്ള നടത്താൻ വേണ്ടി, ആ കൊള്ളയുടെ ഭാഗമായി അല്ലെങ്കിൽ നിയമന കൊള്ള നടത്താൻ വേണ്ടി അതിലേക്ക് അഡ്വാൻസ് ചെയ്ത് 60 ലക്ഷം രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ച് അംഗത്വം വാങ്ങി അതിനേക്കാൾ ഏറെ ഉണ്ടാക്കാം എന്ന രീതിയല്ലേ ചെയ്തത്. നിയമവിരുദ്ധമായി തന്നെ ഈ പണം കൊടുക്കുന്നു. PSC അംഗത്വം എന്നുള്ളത് പൈസ കൊടുത്ത് വാങ്ങാവുന്ന ഒന്നല്ല. അപ്പോൾ പൈസ കൊടുത്ത് അത് നേടാൻ സാധിക്കുമെന്ന ഉദ്ദേശത്തോടു കൂടി പോയ ഡോക്ടറും അതിൽ പ്രതിയാണ്. ആ രൂപത്തിൽ അത് അന്വേഷിക്കേണ്ടതല്ലേ? ഇപ്പോൾ പാർട്ടി കോടതി ഇതിന്മേൽ തീരുമാനമെടുക്കുന്നു പറയുമ്പോൾ പാർട്ടി നാളെ ഈ പറഞ്ഞ ആളുകൾക്കെതിരെ നടപടി എടുക്കുമായിരിക്കും. ഈ 22 ലക്ഷം ഡോക്ടർക്ക് തിരികെ നൽകാനുള്ള സംവിധാനവും ഒരുക്കുമായിരിക്കും. അങ്ങനെയാണോ ഇത് പരിഹരിക്കേണ്ടത്? തീർച്ചയായിട്ടും അനിലക്കരോട് പറഞ്ഞ പോലെ ഈ കൈക്കൂലി കൊടുക്കുന്നത് വാങ്ങുന്ന പോലെ തന്നെ കുറ്റമാണ് കൈക്കൂലി കൊടുക്കുന്നത്. അപ്പൊ ഈ 22 ലക്ഷം രൂപ കൊടുത്തയാള് അദ്ദേഹത്തിന് ആ ഒരു സ്ഥാനം മാത്രം കിട്ടുക എന്നുള്ള താല്പര്യമാണോ അല്ലേ എന്നുള്ളത് വേറെ കാര്യം. എന്തായാലും ഒരു സ്ഥാനമോ ഒരു ഉദ്യോഗമോ കിട്ടാൻ വേണ്ടി, എന്തെങ്കിലും ഫേവർ കിട്ടാൻ നമ്മൾ കാശ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൈക്കൂലിയാണ്. അത് നിയമപരമായിട്ട് നമുക്ക് അല്ലാത്ത രീതിയിൽ കിട്ടേണ്ട, അർഹതപ്പെട്ട രീതിയിൽ കിട്ടാൻ സാധ്യതയില്ലാത്ത ഒന്ന് വാങ്ങിയെടുക്കലാണ്. അപ്പൊ അത് കുറ്റം തന്നെയാണ്. അവർ പ്രതിയാവുക തന്നെയാണ് വേണ്ടത്. അപ്പൊ ഇങ്ങനൊരു കാര്യം പുറത്തു വന്നപ്പോൾ പ്രത്യേകിച്ച് തെളിവുകളോട് കൂടിയിട്ടാണ്, അതുമായി ബന്ധപ്പെട്ട സംഭാഷണത്തിന്റെ തെളിവുകൾ മുന്നിലുണ്ട്. അപ്പൊ കൊടുത്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെയാണ് പോലീസ് അന്വേഷിക്കേണ്ടത്. ഇതേപോലെ എത്ര പേർ PSCയിലേക്ക് ആണെങ്കിലും മറ്റെന്തിലേക്കാണെങ്കിലും ഇതേപോലെ നിയമനത്തിന് കാശ് വാങ്ങുന്ന ഒരു ജയേന്ദ്രനോട് പറഞ്ഞ പോലെ കോക്കസ് ഉണ്ടോ, ആ കോക്കസ് ഉണ്ടോ ഇല്ലയെന്ന് കണ്ടുപിടിക്കണം. നമ്മളിതൊരു കോക്കസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ആരും ശിക്ഷിക്കപ്പെടുന്ന സംഭവം ഉണ്ടാവില്ലല്ലോ. കോക്കസ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തേണ്ടത് നിയമപരമായ അന്വേഷണത്തിലൂടെയാണ്. ആ അന്വേഷണത്തിലൂടെ മാത്രമേ പറ്റുള്ളൂ. നമ്മൾ ഓരോ കാര്യങ്ങളെയും ഈ കൈക്കൂലി കൊടുത്തിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം പറഞ്ഞു തീർത്തിട്ട് ആ വാങ്ങിയ കാശ് അങ്ങോട്ട് കൊടുത്ത് പ്രശ്നം തീർക്കുകയാണെങ്കിൽ ഇവിടെ നടക്കുന്ന ഉദ്യോഗസ്ഥന്മാർ വാങ്ങുന്ന കൈക്കൂലിയിൽ പല ആളുകളും കയ്യാമം വെച്ചുകൊണ്ട് ജയിലിലിടുന്നുണ്ടല്ലോ. അപ്പൊ അത് വേണ്ടാന്ന് പറയാം. വാങ്ങിയ ആളോട് തിരിച്ചു കൊടുത്തേക്ക്, ഞാൻ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ അത് കോംപ്രമൈസ് ആക്കുന്ന, ഏതൊരു സിനിമയിൽ പറയുന്നത് എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കുക എന്ന് പറയുന്ന പരിപാടിയിലേക്ക് പോകും. അതൊരു തമാശയായിട്ട് മാറും. ശരി ഗണേഷ്, ഒരു മിനിറ്റിൽ എന്താണ് നിങ്ങളുടെ തീരുമാനം? BJP ഇക്കാര്യത്തിൽ നാളെ എന്തായാലും ഇതിലൊരു പാർട്ടിയുടെ തീരുമാനം വരും, അതിനുശേഷം ഇതിൽ പ്രതികരിക്കാമെന്നാണോ? അങ്ങനെയല്ല, ഈ ഭരണഘടന സംരക്ഷിക്കണം എന്ന് ആവശ്യപ്പെടുന്ന ആൾക്കാർ
CPM ഒഴിവാക്കിയിട്ടുള്ള ഭരണഘടന, കാരണം CPM പ്രവർത്തകർ തെറ്റ് ചെയ്താൽ അവരെ ഉൾപ്പെടുത്തരുത് എന്നുള്ള കാര്യം കൂടി അത് ചേർക്കാൻ പറയണം. കാരണം അങ്ങനെയാണ് ഒരു മന്ത്രിയായിരിക്കുന്ന ഒരാൾ മുഹമ്മദ് റിയാസ് പരാതി കൊടുത്തിരിക്കുന്നത് പാർട്ടിക്കാണോ പരാതി കൊടുക്കേണ്ടത്? അതേ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ ഇരിക്കുന്ന വ്യക്തിയല്ലേ, അദ്ദേഹത്തിൻ്റെ കൂടി പേര് അതിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന സ്ഥിതിക്ക് അദ്ദേഹം ആരൊക്കെയാണ് പരാതി കൊടുക്കേണ്ടത്? അദ്ദേഹത്തിൻ്റെ എന്താ പറയുക കുടുംബക്കാരൻ തന്നെയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. സമീപിക്കാൻ ഈ ഡോക്ടർ പോയി കഴിഞ്ഞാൽ ഡോക്ടറും കൊടുങ്ങും. അല്ല, ഞാൻ ചോദിക്കുന്നത് അവർ നേരത്തെ അവർ കൊടുക്കുമോ? അവർ കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് അവർ തെറ്റുകാരല്ലേ? അവർ കൊടുക്കുമോ? അവർ ബുദ്ധിയില്ലാത്ത ആൾക്കാരൊന്നും ആയിരിക്കില്ലല്ലോ. പിന്നെ അപ്പോൾ അതുകൊണ്ടൊന്നുമല്ല, അപ്പോൾ അവർക്കും അറിയാം അവർ ചെയ്ത് തെറ്റാണെന്ന്. അതുകൊണ്ട് ഇവരെല്ലാവരും കൂടിയുള്ള ഒരു എന്താ പറയാ ഒരു കോക്കസ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, നാളത്തെ നടപടിക്ക് ശേഷം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷയാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. Debate with Smriti Parithikad.